അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്വർഗലോകം അത് ലഭിക്കാൻ ക്ഷമ കൈകൊള്ളുക. ബനൂ മഖ്ദൂം ദിവസങ്ങളോളം മർദ്ദനം തുടർന്നു. അടിയും ഇടിയും കൊണ്ട് ശരീരം തകർന്നു. ശ്വാസതടസ്സം നേരിട്ടു. മുറിവുകളിലൂടെ രക്തം ഒഴുകിപ്പോയി. ഒടുവിൽ മർദ്ദനത്തിനിടയിൽ യാസിർ റളിയല്ലാഹു അൻഹു മരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും അള്ളാഹുവിനുള്ളതാകുന്നു, അവനിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും. അടുത്ത ഇര സുമയ്യ ബീവിയാണ്. ബനൂ മഖ്ദൂം അബൂജഹലിനോട് പറഞ്ഞു, ധിക്കാരിയായ ഇവൾ യാസിറിൻ്റെ ഭാര്യയാണ്. ഇവളെ മര്യാദ പഠിപ്പിക്കാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇവളുടെ പേര് സുമയ്യ. അവൻ്റെ മതത്തിൽ നിന്ന് ഇവളെ മടക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ? അക്കാര്യം ഞാൻ ഏറ്റു. ഇവളെ ഞാൻ ലാത്തയിലേക്ക് മടക്കും. സുമയ്യയെയും കൊണ്ട് അബൂജഹൽ പോയി. അബൂജഹലിൻ്റെ കരുത്തേറിയ കരങ്ങൾ സുമയ്യ റളിയല്ലാഹു അൻഹായുടെ ശരീരത്തിൽ ആഞ്ഞുപതിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ഇസ്ലാമിൽ നിന്ന് മടങ്ങുന്നുണ്ടോ? ഞാൻ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്നു. ഇനിയൊരു മടക്കമില്ല. വീണ്ടും മർദ്ദനം. അബലയായ പെണ്ണിൻ്റെ മുമ്പിൽ തോൽക്കുകയില്ല. മൂർച്ചയേറിയ കുന്തവുമായി വന്നു. സുമയ്യ റളിയല്ലാഹു അൻഹയെ വലിച്ചിഴച്ചു താഴെയിട്ടു. ശരീരം മലർത്തിയിട്ടു. കരങ്ങൾ കുന്തത്തിൽ പിടിമുറുക്കി. കുന്തം ഉയർന്നു. ശക്തിയായ ഒരു കുത്ത് നാവിയുടെ താഴ്ഭാഗത്ത് ഉന്നം വെച്ചു. കുന്തം ആ ശരീരത്തിലേക്കു താഴ്ന്നിറങ്ങി ചോര തെറിച്ചു. മണൽത്തരികൾ ചുവന്നു. ലാ ഇലാഹ ഇല്ലല്ലാ. തളർന്ന ചുണ്ടുകളുടെ മന്ത്രം. ആത്മാവ് പറന്നുപോയി. ചലനമറ്റ ശരീരം മണൽപ്പരപ്പിൽ അനാഥമായി കിടന്നു. ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ആദ്യത്തെ വനിതയാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. അബ്ദുള്ളയും ക്രൂരമായ മർദ്ദനത്തിനിടയിൽ മരണപ്പെട്ടു. അമ്മാർ എങ്ങനെയോ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിൽക്കാല ഇസ്ലാമിക ചരിത്രത്തിൽ അമ്മാറിൻ്റെ സേവനങ്ങൾ വളരെ മഹത്തായതാണ്. ലുബൈന റളിയല്ലാഹു അൻഹ ഒരു അടിമ പെൺകുട്ടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള നാളുകളിലാണ് സംഭവം. ശക്തനായ ഉമർ ലുബനയെ കഠിനമായി മർദ്ദിച്ചു. തളർന്ന ചുണ്ടുകൾ മന്ത്രിച്ചതിങ്ങനെയായിരുന്നു, യജമാനൻ, താങ്കൾ ഇസ്ലാമിലേക്ക് വരൂ. ഞെട്ടിപ്പോയി. ധീരനായ ഉമറിൻ്റെ മനസ്സ് കൂടുതൽ ക്രൂരമായി. വീണ്ടും മർദ്ദനം.